ദേവരാഗം രചനാ സംഭാഷണ മൈഥിലി മിത്രഭാഗം 62. എന്തിനാ ബാലു അങ്ങനൊക്കെ പറഞ്ഞേ? സാറിന് ദേഷ്യം വന്നു തോന്നുന്നു. പുറത്തെ ഇരുട്ടിലേക്ക് മുറ്റു നോക്കിക്കൊണ്ട് ഉമ്മറപ്പടികളിലിരിക്കുന്ന ഭാസ്കരന്റെ അരികിലായി വൈശാഖി ചെന്നിരുന്നു. അത്താഴം കഴിക്കുന്ന സമയത്ത് തൻ്റെയും സിദ്ധേട്ടൻ്റെയും കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞ് വെറുതെ ഇരുന്ന മഹാദേവൻ സാറിനെ ബാലുവും മുത്തശ്ശിയും കൂടെ ദേഷ്യം പിടിപ്പിച്ചു. ആളിന് നല്ലോണം കലിപ്പ് വന്നെന്ന് തോന്നുന്നു. ചോറ് കഴിച്ച് എഴുന്നേൽക്കുന്നിടം വരെ എല്ലാവരെയും നോക്കി സാറ് പേടിപ്പിക്കുന്നത് കണ്ടു. ഞാൻ എങ്ങനെ പറഞ്ഞെന്നാ എൻ്റെ കൊച്ചെ? ഒരു സത്യം പറഞ്ഞു. അതിന് നിന്റെ സാറെന്തിനാ ഇത്രയ്ക്കും ദേഷ്യം വരണേ? ബാലുവിന് വീണ്ടും ചിരി പൊട്ടി. 24 മണിക്കൂറും പഠിത്തക്കാര്യത്തെക്കുറിച്ച് എന്നെ ഉപദേശിച്ച് നടക്കുന്ന സാറിന് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുവോ ബാലു? അവളും മെല്ലെ ചോദിച്ചു. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുവാ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധവാടി കൊച്ചെ? ഒരു സാറിന് തൻ്റെ സ്റ്റുഡൻസിനെ ഉപദേശിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ ആ കുട്ടി കല്യാണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അതെവിടുത്തെ ന്യായമാവുവേ? ഇരിക്കുന്ന പടിയുടെ തൊട്ടു പിറകിലത്തെ സ്റ്റെപ്പിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ഭാസ്കരൻ തൻ്റെ താടിത്തുമ്പിൽ കൂടി വിരലുകൾ ഓടിച്ചു. അതെൻ്റെ പഠിത്തം മുടങ്ങുമെന്ന് ഓർത്താവും ബാലു. വൈശു വീണ്ടും മഹാദേവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. പിന്നെ കോപ്പാ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 1-2 പിള്ളേരുടെ കല്യാണം ഈയിടെ അല്ലേ ഇടി കഴിഞ്ഞേ? അതും ക്ലാസ്സിൽ വരാൻ തുടങ്ങിയതിന് ശേഷം. എന്നിട്ട് എൻ്റെ മോൻ അവരുടെ അടുത്ത് ഉപദേശം കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അയാൾ കൈമലർത്തി. അത് പിന്നെ അവരാരും ഈ വീട്ടിലെ താമസക്കാരല്ലല്ലോ ബാലു. അതുമാത്രമല്ല, എന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ നോക്കണമെന്നും പറഞ്ഞു 5000 രൂപ ഞാൻ കൂടുതൽ കൊടുക്കുന്നില്ലേ? അവളെ എടുത്ത് ചോദിച്ചു. എൻ്റെ പൊന്നുകുഞ്ഞേ ഒന്ന് നിർത്ത്. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. നീയുണ്ടല്ലോ, നീയേ ഒരാന മണ്ടിയാ കേട്ടോടി. അവിടെ ഒരു കോപ്പിലെ സപ്പോർട്ട്. ഇനി എൻ്റെ മോനെ പെന്തുണച്ചുകൊണ്ട് നീ വല്ല വർത്താനവും പറഞ്ഞ നിന്റെ വായിലെ പല്ല് മുഴുവൻ ഞാനുണ്ടല്ലോ. ഭാസ്കരൻ വലത്ത് കൈയിലെ ചൂണ്ടുവിരൽ വൈശുക്കൊച്ചിൻ്റെ നേരെ തിരിച്ചു. ഒന്ന് പോ ബാലു. അവൾ ചുണ്ടുകൾ കൊണ്ട് കോക്കറി കാട്ടി. എടി മണക്കൂസേ, നീ എന്തൊരു ദാരിദ്ര്യവാടി. പ്രേമിക്കുന്നവൻ്റെ സ്വഭാവം മാറിയ പോലെ അറിയാത്ത ഒരു മണഗുണാഞ്ചത്തി. ഇങ്ങനെ ഒരുത്തി. ബാലു അവളുടെ തലയിലൊന്ന് കിഴുക്കി. എന്ത് സ്വഭാവം? ആരുടെ സ്വഭാവമാ മാറിയേ? ബാലു പറഞ്ഞത് മനസ്സിലാകാതെ പെണ്ണ് കണ്ണും വായും മിഴിച്ചുകൊണ്ട് അവൻ കിഴുക്കിയിടാൻ തൂത്തുവിട്ടു. എനിക്ക് നല്ല ഉറക്കം വരുന്നു. നീയും വാ, നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതാ. ഭാസ്കരൻ ഇനിയൊന്നും പറയാനില്ലെന്ന രീതിയിൽ തല ചൊറിഞ്ഞുകൊണ്ട് സ്റ്റെപ്പിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് വൈശുവിൻ്റെ കയ്യിൽ പിടിച്ചു പൊക്കി എഴുന്നേപ്പിച്ച് നിർത്തി. നിന്നെപ്പോലുള്ളതൊന്നും പ്രേമിക്കാൻ പോകരുത്. പോയാ ദിങ്ങനെ ഇരിക്കും. ബാലു ആരോടോ ഉള്ള ദേഷ്യത്തിൽ മുണ്ടു മടക്കി കുത്തി. എന്നിട്ട് ഉമ്മറപ്പടികൾ ഓടിക്കയറി. ഈ ബാലുവിനിതെന്തു പറ്റിയതാ? അയാളുടെ പിന്നാലെ വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ കയ്യിലെ തള്ളവിരലിലെ നഖം കടിച്ചു പറിച്ചു തിന്നുന്നതായിരുന്നു പെണ്ണ്. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ബാലുവിൻ്റെ ബുള്ളറ്റിൽ കയറിയാണ് പെണ്ണ് കോളേജിലേക്ക് പോയത്. മഹാദേവൻ അവൻ്റെ കാറിൽ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നതാനും. പാർക്കിങ്ങിലേക്ക് ചെന്ന് വണ്ടി നിർത്തിയതും ബാലു കാണുന്നത് തൊട്ടു മുൻപിൽ തൻ്റെ ബുള്ളറ്റ് പാർക്കിങ്ങിൽ ചെയ്യുന്ന സിദ്ധാർത്ഥിനെ ആയിരുന്നു. ഹായ് സിദ്ധാർത്ഥ്. അയാൾ കൈവീശി കാട്ടി. ഹായ് ബാലു. അവൻ ബാലുവിനെ കൈവീശി കാട്ടിയെങ്കിലും അവൻ്റെ കണ്ണുകൾ നീണ്ടത് അയാളുടെ ബൈക്കിന് പിന്നിലായിരുന്ന ഒരുവളുടെ നേർക്കായിരുന്നു എന്ന് മാത്രം. ഇന്ന് നേരത്തെയാണല്ലോ. വൈശുവിന് ഇറങ്ങാൻ വേണ്ടി വണ്ടി കുറച്ച് ചെരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ബാലു അവനോട് തിരക്കി. നേരത്തെ ഇറങ്ങി, കുറച്ച് വർക്കുണ്ടായിരുന്നു. അവൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് ബാഗ് എടുത്ത് തോളിൽ തൂക്കി അയാളുടെ അരികിലേക്കായി ചെന്ന് നിന്നു. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ? ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ബാലു ചോദിച്ചു. ഇന്നില്ല, നാളെ പോണമെന്ന് കരുതുന്നു. വൈശാഖി എന്തേ ഒന്നും മിണ്ടാത്തേ? ആദ്യം ഭാസ്കരനോടും പിന്നീട് വൈശാഖിയുമായിട്ട് അവൻ പറഞ്ഞു. നിങ്ങൾ സംസാരിക്കല്ലായിരുന്നോ, അതാ ഒന്നും മിണ്ടാഞ്ഞേ. അവൾ ഒരു പുഞ്ചിരി നൽകി. സിദ്ധേട്ടനോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് സാറ് വന്ന ആൾക്കത് ഇഷ്ടപ്പെടില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വൈശാഖി മനഃപൂർവ്വം അവനോട് ഇത്തിരി അകലമിട്ട് തന്നെയാണ് നിന്നത്. അല്ല, ഇന്ന് സാറ് വന്നില്ലേ? അവരോടൊപ്പം മുന്നോട്ടേക്ക് നടക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ കുറച്ചപ്പുറത്ത് മാറിയുള്ള കാർ പാർക്കിങ്ങിലേക്ക് നീണ്ടു. വന്നു. ഇത്രയും നേരം ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നതാ. ട്രാഫിക്കിൽ പെട്ട് കാണും. ബാലു വൈശുവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നതിനിടയിലാണ് അവനുള്ള മറുപടി കൊടുത്തത്. എന്നത്തേക്കാ സാറിൻ്റെയും വൈശാഖിയുടെയും കല്യാണം ബാലു? സിദ്ധാർത്ഥ് അയാളോട് പെട്ടെന്ന് ചോദിച്ചു.
അതൊട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നത് കൊണ്ടാവാം ഭാസ്കരനും വൈശാഖിയും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കിയത്. ഇവിടെ പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന. അല്ല, അതല്ലേ നല്ലതും. മുഖത്തെ പതറിച്ച് മറച്ചു പിടിച്ചുകൊണ്ട് ഭാസ്കരൻ തലകുലുക്കി. അത് ശരിയാ, അതാ നല്ലതും. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ഒരു വേദന നിഴലിച്ചു. ഹിസ്റ്ററി ബ്ലോക്കും കഴിഞ്ഞിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ വൈശുവിൻ്റെയും ബാലുവിൻ്റെയും ബ്ലോക്ക് എത്തുന്നത് വരെ അവനും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ യാത്ര പറഞ്ഞു മുന്നോട്ടേക്ക് നടന്നു. നോക്കടി, എന്ത് നല്ല ചെക്കനാവൻ. ഇപ്പോഴെങ്കിലും അവനോട് പോയി യെസ് പറയടി മറുതേ. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതിനു മാത്രം എന്ത് കണ്ടിട്ടാടി എൻ്റെ മോനായ അവനെ നിനക്കിഷ്ടപ്പെട്ടെ? ബ്ലോക്കിൻ്റെ പടികൾ കയറുന്നതിന് മുൻപേ തന്നെ അവളെ അവിടെ പിടിച്ചു നിർത്തി ബാലു ഒരു ചിരിയോടെ തിരിച്ചു. എന്നിട്ട് നടന്നു പോകുന്ന സിദ്ധാർത്ഥിന് നേർക്ക് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. എനിക്കറിഞ്ഞൂടാ ബാലു, പക്ഷെ ഇപ്പം തോന്നുക വേണ്ടായിരുന്നെന്ന്. സിദ്ധേട്ടൻ പാവല്ലേ, ഒരു ചാൻസ് പോയി ചോദിച്ചാലോ? ബാലു പറയുന്നതിനൊപ്പിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തമാശ രീതിയിൽ പറഞ്ഞു തിരിഞ്ഞവൾ കാണുന്നത് തൊട്ടു പിന്നിലായി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന മഹാദേവനെ ആയിരുന്നു. എൻ്റെ അച്ഛൻ ഇവളെ ഇപ്പോൾ തന്നെ കെട്ടിക്കണോ? മഹാദേവൻ്റെ ഒച്ച ഒരു മുരളിച്ച പോലെയാണ് അവർ കേട്ടത്. അവനെ അവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇരുവരും ഒരുപോലെ ഞെട്ടിയിരുന്നു. അതിപ്പോൾ ഇത്ര പെട്ടെന്നൊക്കെ കെട്ടിക്കാന്ന് വെച്ചാ? മുൻപിൽ നിന്ന് വേഷം കൊണ്ട് വിറയ്ക്കുന്ന മകനെ കണ്ടതും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അയാൾക്കുള്ളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയത്. വൈശുവിനോടുള്ള അവൻ്റെ സ്നേഹവും ഇഷ്ടവും ആ കണ്ണുകളിൽ കണ്ടയാൾ. കെട്ടിക്ക്, വേഗം പിടിച്ച് കെട്ടിക്ക്. പഠിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ പെണ്ണുകുട്ടികളെയും പിടിച്ച് കെട്ടിക്ക്. അച്ഛന് കുറച്ച് മനസമാധാനം വരട്ടെ. ചെക്കൻ പല്ലും ചിരിച്ചു. വൈശാഖി ഇത്തിരി മുൻപേ ചിരിച്ചുകൊണ്ട് തമാശ പോലെ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നറിയില്ല മഹാദേവനെ അത്രമേൽ ദേഷ്യം ഉണ്ടാക്കിയിരുന്നു. ഷടാ, നിനക്കിതെന്ത് പറ്റിയതാ ദേവാ? നീ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? മുഖത്ത് ഗൗരവം അഭിനയിച്ചു ബാലു. പൊട്ടിവന്ന ചിരി ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ അയാൾ ഉള്ളിലടക്കി. പറയുന്നതല്ലല്ലോ, അച്ഛൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. ഒന്നുമില്ലേലും വൈശാഖിയുടെ അച്ഛൻ്റെ ഏകദേശ പ്രായം ഉണ്ടാവില്ലേ അച്ഛനും? പിള്ളേരെ നേർവഴിക്ക് നടത്താനുള്ളതിന് ഇവളെ കുഴിച്ചടിക്കാൻ നോക്കുന്നോ? അവൻ 2 ചാട്ടം ചാടി. ചെക്കൻ്റെ ദേഷ്യത്താൽ ചുവന്നു കയറിയ മുഖം കണ്ടതും വൈശാഖി പൊടുന്നനെ മുഖം കുനിച്ചു കളഞ്ഞു. തനിക്ക് തമാശ പറയാൻ തോന്നിയ നേരത്തെ അവൾ ആ നേരം സ്വയം ശപിച്ചുപോയി. മോന്തയും കുനിച്ചു പിടിച്ചോണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് നോക്ക് വൈശാഖി. ചെക്കൻ വീണ്ടും അലറിയപ്പോൾ തറയിലേക്ക് നോക്കി നിന്നവൾ വീണ്ടും മുഖം ഉയർത്തി. നിനക്ക് കട്ടാൻ മുട്ടി നിൽക്കുവാണല്ലേടി. ഇങ്ങനത്തെ പല ആഗ്രഹങ്ങളും നിനക്കിപ്പോൾ തോന്നും. അതൊക്കെ പ്രായത്തിൻ്റെയാ. പിന്നീടായിരിക്കും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നീയൊക്കെ അറിയാൻ പോകുന്നത്. PG പോലും കഴിയാത്ത അവനെ കെട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ വൈശാഖി? നിനക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയോ? ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാകാനുള്ള വല്ല വഴിയും നിനക്കറിയാവോ? അതെങ്ങനെ അപ്പനും അമ്മയും ഉണ്ടാക്കിയിട്ടത് തിന്നും കുടിച്ചും കഴിഞ്ഞവക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും അനുവാദമില്ലാതെ ഇവിടെ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ചാടി വന്നവളല്ലേ നീ? നിന്നിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നിന്നെയൊക്കെ എത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. ദേഷ്യത്തിൻ്റെ പുറത്ത് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവൻ വിളിച്ചു പറഞ്ഞു. വൈശാഖിയും ബാലുവും അവൻ്റെ വാക്കുകൾ കേട്ട് വായും പൊളിച്ചു നിന്നുപോയി എന്നതാണ് സത്യം. കാരണം ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡൻറ്റിനോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മഹാദേവൻ്റെ വായിൽ നിന്ന് അവർ കേട്ടുകൊണ്ടിരുന്നത്. ആ, നിനക്കൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനൊക്കെ ആയിരിക്കും. ഇങ്ങേര് പറയുന്നത് കേട്ട് തുള്ളിക്കൊണ്ട് നടന്നാൽ നിൻ്റെ ജീവിതം തന്നെയായിരിക്കും കോഞ്ഞാട്ടാവുന്നത്. അച്ഛനിപ്പോൾ പഠിച്ച് ജോലി കിട്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യാനില്ല. ഇങ്ങേരിവിടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നയാളാ. അതുപോലെയല്ല നീ. പഠിക്കാനുള്ള സമയത്ത് വല്ലതും പഠിക്കണം. അല്ലാതെ കണ്ടവൻ്റെ പിറകെ വാലാട്ടി നടക്കാൻ പോവുകയല്ല വേണ്ടത്. അതെങ്ങനെയാ? നിനക്കും ബോധമില്ല, കൂടെ നടക്കുന്ന ഇങ്ങേർക്കും ബോധമില്ല. അവരെ ഇരുവരെയും ഉറ്റുനോക്കി പല്ലിഞ്ഞെരിച്ച് അമർഷം തീർത്തിട്ട് അവിടെ നിന്നും ധൃതിയിൽ മുന്നോട്ടേക്ക് നടന്നു മഹാദേവൻ. അവൻ ആ സമയം എന്ത് ചെയ്യണമെന്നൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടോ വൈശാഖിയോടും അച്ഛനോടും ഒരുപോലെ അവന് ദേഷ്യം തോന്നിയിരുന്നു. മുഖം മുറുക്കി സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നവനെ അവിടെ ഇരുന്ന നീരജ ഒട്ടൊരു സംശയത്തോടെ നോക്കി നെറ്റി ചൊളിച്ചു. ഞാൻ എന്ത് ചെയ്തിട്ടാ ബാലു? എന്നെ എന്തിനാ സാറിപ്പോൾ വഴക്കു പറഞ്ഞേ? ഞാൻ വീട്ടിൽ നിന്ന് വന്ന എന്തിനാന്ന് സാറിന് അറിയില്ലേ? ഞാൻ ചീത്തക്കുട്ടിയാണോ ബാലു? അതേസമയം അത്രമേൽ സ്നേഹിച്ചവൻ്റെ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്നു പോയൊരുവൾ വിതുമ്പിക്കൊണ്ട് ഏങ്ങലടിക്കുകയായിരുന്നു. കണ്ണുകൾ നിറച്ചു പദം പറഞ്ഞുകൊണ്ട് കരയുന്നവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു ബാലു. കൂട്ടത്തിൽ മകനോട് ഇതിനെക്കുറിച്ച് ഉറപ്പായിട്ടും സംസാരിക്കണമെന്നും അയാൾ മനസ്സിൽ ഇത്തിരി മുൻപ്
പറഞ്ഞ വൈശാഖിയുടെ വാക്കുകൾ മഹാദേവന്റെ തലയ്ക്കുള്ളിൽ കിടന്ന് ഓളം വെട്ടി. എത്രയൊക്കെ മറക്കണമെന്ന് വിചാരിച്ചിട്ടും അവനെ കൊണ്ടത് പറ്റുന്നുണ്ടായിരുന്നില്ല. വൈശാഖിയെ കാണും തോറും അത് വീണ്ടും വീണ്ടും കൂടി വരികയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്രീ പീരീഡ് ആയതിനാൽ ലൈബ്രറിയിൽ പോയി ഇരിക്കുമായിരുന്നവൻ. അവളുടെ ഒരു ചിത്തേട്ടൻ കണ്ടേച്ചാലും മതി. അവൻ ആരാ, ദേവനോ? മഹാദേവൻ പല്ല് ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് മുൻപിലിരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് അത് തുറന്നു വായിച്ചു. പക്ഷേ ഒരക്ഷരം പോലും അവനെ കൊണ്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ നേരം. അതെന്താ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? അവക്കടെ ചിദ്ദേട്ടനെക്കാട്ടിലും കാണാൻ കൊള്ളാവുന്നവനും ഞാൻ തന്നെയാണ്. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ചുണ്ടൊന്നു കൂട്ടി. ഈ ഞാൻ കല്യാണമേ വേണ്ടെന്ന് വെച്ച് നടക്കുന്നത് കൊണ്ടല്ലേ? അല്ലായിരുന്നെങ്കിൽ എത്ര പെണ്ണുങ്ങൾ എൻ്റെ പുറകിലും ഉണ്ടായേനെ. എന്നാലും അവിടെ ഒരു അഹങ്കാര വർത്താനം നോക്കണേ. എന്നെ വേണ്ടാന്ന് തോന്നുവാന്ന്. നിനക്ക് ഇന്നെന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ടാത്താണെന്ന് ആ പീറ പെണ്ണിന് അറിയത്തില്ല. ഈ മഹാദേവനെക്കുറിച്ച് അവൾക്കൊരു കോപ്പും അറിയില്ല. അവൾ ആരാന്ന അവക്കടെ വിചാരം? എന്തായാലും അവളുടെ തീരുമാനം തന്നെയാണ് നല്ലത്. എൻ്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോയല്ലോ, അത് മതി. അവൻ്റെ മനസ്സിലെ ചിന്തകൾ കടിഞ്ഞാണില്ലാതെ പാഞ്ഞുകൊണ്ടിരുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും തർക്കങ്ങളും വിശദീകരണങ്ങളും എല്ലാം അവൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർത്തു എന്നതാണ് സത്യം. എല്ലായിടത്തും അവൻ തന്നെ ജയിച്ചുവെന്ന് അവൻ കരുതി. അങ്ങനെ ഒടുവിൽ മഹാദേവൻ തന്നെ വിജയം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ചില കാര്യങ്ങൾ ആ നേരം അവൻ ഓർത്തില്ല. ചില നഗ്നസത്യങ്ങൾ. ആ പീറപ്പെണ്ണിനെക്കുറിച്ച് താൻ എന്തിന് ഇത്രയും നേരം ആലോചിക്കണം എന്ന കാര്യം. ആ അഹങ്കാരി പെണ്ണിന് റിജക്റ്റ് ചെയ്തപ്പോൾ തനിക്ക് എന്തിന് ദേഷ്യം വന്നു എന്ന കാര്യം. അവൾ സിദ്ധാർത്ഥിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് എന്തുകൊണ്ട് സ്വസ്ഥമാകുന്നു എന്ന കാര്യം. അച്ഛനും മുത്തശ്ശിയും അവളെ കെട്ടിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുവാൻ പോകുവാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തനിക്കത് എന്തുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുവാൻ പറ്റുന്നില്ല എന്ന കാര്യം. അവളിപ്പോൾ തന്നോട് പ്രണയം പറഞ്ഞു വരുന്നില്ലെങ്കിലും വൈശാഖി എന്ന പേരിന് ചുറ്റും താൻ എന്തിനു വേണ്ടി ഈയിടെയായിട്ട് വട്ടമിട്ട് പറക്കുന്നു എന്ന കാര്യം. ഇതെല്ലാം മഹാദേവൻ സ്വയം ചോദിക്കുന്ന ഒരു ദിവസത്തേക്കുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ. വേണമെങ്കിൽ പുട്ടിന് പീര പോലെ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. അതുവരെ ബൈ ബൈ.